Hi all, welcome back to Sumaya De Couture. ഇന്ന് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ട്വിസ്റ്റ് ഹെയർ ബാൻഡ് ആണ്. സോ അതിനായിട്ട് ഞാനൊരു പ്രീ കട്ട് ഫാബ്രിക്കാണ് 2 സ്ട്രിപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സ്ട്രിപ്പിൻ്റെ ലെങ്ത് വന്നിട്ട് 20 ഇഞ്ചും വിഡ്ത്ത് ഓഫ് ദ സ്ട്രിപ്പ് 7 ഇഞ്ചുമാണ്. ഒരു തിക്ക് ലെസ് സ്ട്രെച്ചി ആയിട്ടുള്ള ഫാബ്രിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഡയറക്ഷൻ ഓഫ് ഫാബ്രിക് ലെങ്ത് വൈസ് ആണ്. ഫസ്റ്റ് പ്രോസസ്സ് ഫാബ്രിക് ലെങ്ത് വൈസ് ഫോൾഡ് ചെയ്യുക. അത് റൈറ്റ് സൈഡ്സ് ആണ് ഫേസ് ചെയ്യുന്നത്. റൈറ്റ് സൈഡ് ഫേസ് ചെയ്താണ് പിൻ ചെയ്യുന്നത്. ഫസ്റ്റായിട്ട് നമുക്ക് ലെങ്ത് വൈസ് പിൻ ചെയ്യാം. ഞാൻ അതിൻ്റെ സോയിങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 1/4 ഇഞ്ച് ടു 3/8 ഇഞ്ച് സീം അലവൻസിലാണ് ഞാനതിൻ്റെ സോയിങ് ഫിനിഷ് ചെയ്ത് അത് റൈറ്റ് സൈഡിലേക്ക് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് സോയിങ്ങിന് ശേഷം റൈറ്റ് സൈഡിലേക്ക് തിരിച്ച് അത് സീം ലൈൻ അപ്പാക്കി വെച്ചേക്കാണ്, അപ്വേർഡ് പൊസിഷനിലേക്കാണ്. സെയിം രീതിയിൽ നമുക്ക് നെക്സ്റ്റ് സ്ട്രിപ്പും സീം ലൈൻസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സീം ലൈൻസ് മുകളിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിക്ക് 2 സ്ട്രിപ്പും വയ്ക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് 2 സ്ട്രിപ്പും ഒരു 90 ഡിഗ്രി ആംഗിളിൽ പെർപെൻഡിക്കുലർ ആയിട്ട് വയ്ക്കുക. സോ സീം ലൈൻസ് അപ്വേർഡ് പൊസിഷനിൽ തന്നെ നമുക്ക് കാണാം. അത് ക്രോസ് ചെയ്ത് ഫോൾഡ് ചെയ്യുക. ഫസ്റ്റ് ഒരു സ്ട്രിപ്പിൻ്റെ 2 സൈഡും റോങ് സൈഡാണ് ഫേസ് ചെയ്യുന്നത്. സീം ലൈൻ ഫേസ് ചെയ്ത് പിൻ ചെയ്യുക. അതുപോലെ നെക്സ്റ്റ് സ്ട്രിപ്പും റോങ് സൈഡ് ഫേസ് ചെയ്ത രീതിയിൽ പിൻ ചെയ്യുക. ഇങ്ങനെയാണ് ആ ഒരു ക്രോസ് രീതിയിലുള്ള ലുക്ക് ഹെഡ് ബാൻഡിന് വരുന്നത്. കറക്റ്റ് സീം ലൈൻ ഫേസ് ചെയ്ത് പിൻ ചെയ്ത് വയ്ക്കുക. നമുക്കിത് 2 രീതിയിൽ ഫിനിഷ് ചെയ്യാം. ഇത് ഈ 2 സ്ട്രിപ്പ് ജോയിൻ ചെയ്ത് ഈ 4 സ്ട്രിപ്പും ഒരുമിച്ച് വെച്ച് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനോ അല്ലെങ്കിൽ ഒരു സർജിങ് മെഷീനോ യൂസ് ചെയ്ത് നമുക്ക് അത് ബാൻഡിൻ്റെ പ്രോസസ്സ് ഫിനിഷ് ചെയ്യാം. ഇതാണ് ഈസി പ്രോസസ്സ്. നാല് സ്ട്രിപ്പും ഒരുമിച്ച് പിൻ ചെയ്ത് ഒരു ജസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ, ഒരു സ്ലാൻഡിങ് ലൈൻ കൊടുക്കുക. വേറൊരു ഫാബ്രിക്കിൽ ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഞാനതിന് സർജിങ് മെഷീനാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇൻ്റർലോക്ക് ചെയ്തു. നമുക്കത് ഫ്ലിപ്പ് ചെയ്ത് ഇതുപോലെ ഹെഡ് ബാൻഡ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ടെക്നിക്കാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അതൊരു ക്ലീൻ ഫിനിഷ് ലുക്ക് തരും. സോ 2 സ്ട്രിപ്പും സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ, അത് 4 ഒരുമിച്ച് ഇതുപോലെ തന്നെ ജോയിൻ ചെയ്യുക. സോ നിങ്ങൾക്ക് 4 ലെയേഴ്സ് കാണാൻ പറ്റും. ഫസ്റ്റ് ലെയർ, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് ലെയർ. ഫസ്റ്റ് ലെയറും സെക്കൻഡും ഇതിൽ നമ്മൾ സെക്കൻഡ് ആൻഡ് തേർഡ് ലെയർ ഒരുമിച്ച് പിന്ന് ചെയ്യാൻ പോവാണ്. സെക്കൻഡ് ആൻഡ് തേർഡ് ലെയർ ആക്ച്വലി റൈറ്റ് സൈഡ് ഫേസ് ചെയ്യാണ്. സോ നമുക്കത് പിൻ ചെയ്യാം. കറക്റ്റ് സെൻറ്ററിലായിട്ട് അത് പിൻ ചെയ്യുക. സെയിം ലൈനിട്ട് മാച്ച് ചെയ്യുന്നു. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും പിൻ ചെയ്ത്
കുറച്ച് ഡൗണിലേക്ക് മാറി കുറച്ച് നീക്കി പിൻ ചെയ്യുക. ഈ പിന്നിങ് നമ്മൾ ലാസ്റ്റ് വരെ സോയിങ്ങിൻ്റെ ലാസ്റ്റ് പ്രോസസ്സ് വരെ ഈ പിന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെയർ ഒരുമിച്ചുള്ള പിന്ന്. സോ സെക്കൻഡ് ആൻഡ് തേർഡ് ലെയർ പിൻ ചെയ്തു, ഫസ്റ്റ് സെക്കൻഡ് ലെയർ പിൻ ചെയ്തു. ഇനി ഫോർത്ത് ലെയറുള്ള ഫാബ്രിക് ഫ്ലിപ്പ് ചെയ്ത് ഫസ്റ്റിലേക്ക് കൊണ്ടുവരിക. സോ രണ്ടും റൈറ്റ് സൈഡ് ഫേസിംഗ് ആണ്. ഫസ്റ്റ് ലെയർ ആൻഡ് ഫോർത്ത് ലെയർ റൈറ്റ് സൈഡ് ഫേസിംഗ് വയ്ക്കുക. ഫോർത്ത് ലെയർ ഫേസിംഗ് ടു ഫസ്റ്റ് ലെയർ, അത് റൈറ്റ് സൈഡ്സ് ആണ്. പിൻ ചെയ്യുക. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ലെയർ ഒരുമിച്ച് സോയിങ് ഫിനിഷ് ചെയ്യാം. ആൻഡ് സെക്കൻഡ് ആൻഡ് തേർഡ് ലെയറും ഫിനിഷ് ചെയ്യാം. 1/4 ഇഞ്ച് ടു 3/8 ഇഞ്ച് സീം അലവൻസ് യൂസ് ചെയ്യാം. ഞാൻ സോയിങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എക്സസ് ഫാബ്രിക് ട്രിം ചെയ്ത് മാറ്റി ഒരു 1/8 ഇഞ്ച് ഫാബ്രിക്കാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും ഒരുമിച്ച് പിൻ ചെയ്ത് ഇപ്പോഴും വച്ചിട്ടുണ്ട്. ഇനി രണ്ടിൻ്റെയും സോയിങ് ഫിനിഷ് ചെയ്ത സീംസിനെ ഓപ്പൺ ചെയ്യുക. സീം അലവൻസ് ഓപ്പൺ ചെയ്ത് അത് റോങ് സൈഡിൽ ഒരുമിച്ച് സീംസ് ഒരുമിച്ച് ഫേസ് ചെയ്ത് പിൻ ചെയ്യുക. സോ അത് കറക്റ്റ് ആ സെൻറ്റർ ലൈൻ സീം ലൈൻ മാച്ച് ചെയ്യുന്ന രീതിയിൽ പിൻ ചെയ്യുക. സൈഡിൽ രണ്ട് സൈഡിലും പിൻ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് കറക്റ്റ് സെൻറ്ററിൽ കൂടെ ആ സീം ലൈനിൽ കൂടെ നമുക്ക് സോ ചെയ്ത് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം. സോ സെയിം സ്റ്റിച്ച് ബാക്ക് സീമിൽ കൂടെ പാസ് ചെയ്തോളും. സോ നമുക്കൊരു ക്ലീൻ ലുക്ക് കിട്ടും. ഇതൊരു സ്ട്രിപ്പ് ഓൾറെഡി ഒരു ബാൻഡ് റെഡിയാണ്. സോ എൻ്റെ സീംസ് ആ രണ്ട് സ്ട്രിപ്പിൻ്റെ ഇടയിൽ സാൻഡ്വിച്ച് ചെയ്ത് വെച്ചേക്കാണ്. സോ ഫ്രണ്ട് ആൻഡ് ബാക്ക് വ്യൂ ക്ലീൻ ഫിനിഷാണ്. സോ ഇതിൻ്റെ സോയിങ് ഫിനിഷ് ചെയ്തു. ഇതാണ് ഫൈനൽ ലുക്ക്. സോ നമുക്ക് സീം ലൈൻസ് ഒന്നും കാണാൻ പറ്റില്ല രണ്ട് സൈഡിലും. സോയിങ് ലൈൻസ് അത് ഉള്ളിലായിട്ട് ക്ലിയർ ആയിട്ട് കാണാം. നെക്സ്റ്റ് നമ്മൾ ഫാബ്രിക്കിൽ നിന്ന് പിന്ന് റിമൂവ് ചെയ്യുക. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെയറുള്ള പിൻ റിമൂവ് ചെയ്യുക. ഇതാണ് ട്വിസ്റ്റ് ഫാബ്രിക്, ട്വിസ്റ്റ് ഹെഡ് ബാൻഡ്. ഇത് ട്വിസ്റ്റ് രീതിയിലും യൂസ് ചെയ്യാം. നെക്സ്റ്റ് പ്ലെയിൻ രീതിയിൽ നമുക്ക് അത് യൂസ് ചെയ്യാം.